നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മളെക്കുറിച്ച് ഒരു വ്യക്തി ഒരുപാട് നാളായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിലും നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നവരാണെങ്കിലും ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ അവരോട് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ല, ഞങ്ങൾ വേർപിരിഞ്ഞിട്ട് കുറേ കാലങ്ങളായി എന്ന് പറയുന്നവരാണെങ്കിലും അവർ നമ്മളെക്കുറിച്ച് ഇടയ്ക്കിടെ വിചാരിക്കുന്നുണ്ടോ, നമ്മളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ എന്നെല്ലാം നമുക്ക് അറിയുവാൻ സാധിക്കുന്ന കുറച്ച് സൂചനകളുണ്ട്. അതിലൊരു 11 സൂചനകളെക്കുറിച്ചാണ് അല്ലെങ്കിൽ 11 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാനായിട്ട് പോകുന്നത്. ഇതിൽ പറയുന്നത് നമ്മളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന കാര്യം മാത്രമല്ല, ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തികളെക്കുറിച്ച് ഒരുപാട് കാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങളായിട്ട് നിത്യവും നമ്മൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ലക്ഷണങ്ങളും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ പറയുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികൾ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമ്മളിപ്പോൾ വിട്ടു നിൽക്കുകയാണ്. പക്ഷേ മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പം എന്ന് പറയുന്നത് കുറഞ്ഞിട്ടില്ല. എനിക്ക് അവരോട് ഇപ്പോഴും താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്നേഹമുണ്ട്. അത് നിങ്ങൾ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള വ്യക്തികളാണെങ്കിലും, നമ്മളുടെ വീട്ടിലുള്ള ആളുകളാണെങ്കിലും, അത് ആരാണെങ്കിലും അവർക്കെല്ലാവർക്കും വരുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ വരൂ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതായത് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ്, നമ്മൾ ആരോടെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യങ്ങളോ എന്തും ആയിക്കോട്ടെ, നമ്മൾ പെട്ടെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളുടെ ആ ഒരു മുഖം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരികയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈ ഒരു സന്ദർഭത്തിൽ അവർ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാരണം എന്തെന്നാൽ അവർ നമ്മളെ ഓർത്ത് മാനസികമായിട്ട് ഉരുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ടെലിപ്പതി മുഖാന്തരം നമുക്ക് ഇവിടെ അത് ഉണരുവാൻ സാധിക്കുന്നത്. പല സന്ദർഭങ്ങളിലും നമ്മൾ അവരെ ഓർക്കരുത് എന്ന് കരുതിയിട്ടുണ്ടെങ്കിലും കൂടി നമ്മൾ ആരെ കൂടുതൽ സമയങ്ങളിലും ഓർക്കരുത് എന്ന് വിചാരിക്കുന്നുവോ അവരുടെ മുഖം ഇടയ്ക്കിടെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ചിന്ത നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മുഖാന്തരമാണ് നിങ്ങൾക്ക് അവരുടെ മുഖം ഇവിടെ തെളിഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് നമുക്ക് ഉടനെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സൂചന എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ജോലിയിൽ കോൺസെൻട്രേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഏതൊരു ജോലി ആയിക്കോട്ടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യമായ സാഹചര്യമാണ്, എനിക്കത് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളത് ഒരു അവസര ജോലിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ജോലിയിൽ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യാതെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്താഗതികൾ നിങ്ങളെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിച്ചാലും എനിക്കതിന് സാധിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾ ആ ചിന്തിച്ച വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ വളരെയധികം സ്നേഹത്തോടു കൂടി ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഇനി മൂന്നാമതായിട്ടുള്ള സൂചന എന്താണ് എന്ന് കാണാം. നമ്മളിൽ പലർക്കും ഉറങ്ങുന്ന സമയത്ത് സ്വപ്നങ്ങൾ കാണുന്ന ഒരു ശീലമുണ്ടാകും. മറ്റു ചിലർക്കാകട്ടെ എത്ര തന്നെ ശ്രമിച്ചാലും സ്വപ്നങ്ങൾ എന്ന ഒന്ന് അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകില്ല. അവർ കിടന്നതും തന്നെ വളരെ ആഴമായ ഒരു ഉറക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും പെട്ടെന്ന് ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ നിത്യവും സ്വപ്നം കാണുന്നവരാണെങ്കിലും തുടർച്ചയായി നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും സാധാരണമായിട്ടുള്ള സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മൾ ആ സ്വപ്നത്തിൽ നിന്ന് നെട്ടി ഉണരുകയോ അല്ലെങ്കിൽ ആ സ്വപ്നം നമ്മൾ കണ്ണുകൾ തുറന്നതിന് ശേഷവും നമ്മുടെ കൺമുന്നിൽ ഉണ്ട് എന്ന് നമുക്ക് ആ ഒരു തോന്നൽ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളെ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവരെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്നതാണ്. ഇനി നാലാമത്തെ സൂചനയായിട്ട് വരുന്നത്, നമ്മൾ ആ വ്യക്തികളെക്കുറിച്ച് എന്നെങ്കിലും ഏതൊരു തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും, ദേഷ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയാണെങ്കിലും അവരെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ഒരു രോമാഞ്ചം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരം ഒന്ന് കോരിത്തരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചും അവർ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനകളിൽ ഒന്നാണ്.
ഇനി അഞ്ചാമത്തെ സൂചന എന്താണെന്ന് കാണാം. അതായത് നമുക്കറിയാം തെറ്റുകൾ രണ്ട് ഭാഗത്തുമുണ്ട് എന്നുള്ള കാര്യം. എങ്കിലും അവരാണ് തെറ്റുകൾ കൂടുതലായി ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് അവരെക്കുറിച്ച് ചിന്തിക്കുവാനോ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുവാനോ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് നമ്മൾ. എങ്കിലും ഇപ്പോൾ എന്തോ മനസ്സിലൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഒരു പക്ഷേ തെറ്റുകൾ ഇരുവശത്തും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ വന്ന് മാപ്പ് പറയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിരിക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളോട് മനസ്സുരുകി സോറി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ക്ഷമാപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. മനസ്സിൽ ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ജീവിക്കണം എന്നവർ ഉള്ളുരുകി ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. നമ്മൾ നമ്മുടെ തെറ്റുകളെയും മനസ്സിലാക്കി അവരോട് ക്ഷമാപണം നടത്തുവാൻ തയ്യാറാകുന്നു, നമ്മുടെ മനസ്സ് അവരെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ള കാര്യം. ഇനി ആറാമതായിട്ടുള്ള കാര്യം, ചിലർക്ക് എന്തെന്ന് അറിയാത്ത കാരണങ്ങൾ കൊണ്ട് മനസ്സിലൊരു ഭാരം തങ്ങി നിൽക്കുന്നത് പോലെയും വാക്കുകൾ വരാതെ നമ്മുടെ ശബ്ദം ഒന്ന് ഇടറിപ്പോകുന്നത് പോലെയും അതുപോലെ തന്നെ ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നും. പക്ഷേ എന്തിനാണ് ആ കരച്ചിൽ വരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മുടെ മനസ്സ് ഇത്രയും ഭാരമാകുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ശബ്ദം ഇടറിപ്പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആരോടും പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നില്ല. എന്തോ ഒരു വലിയ ഭാരമുണ്ട്, പക്ഷെ അതെന്താണ് എന്ന് മാത്രം എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. എനിക്കിപ്പോൾ എന്ന് പറയുന്നത് തനിയെ ഇരിക്കുവാനും തനിയെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുമാണ്. ആരും തന്നെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ കൂടുതലായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളോട് ചേർന്ന് ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുമായിട്ട് ആ പഴയ ബന്ധം ഒന്ന് വീണ്ടും പുതുക്കണം എന്ന് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് നമ്മുടെ മനസ്സ് അവരെ ഓർത്ത് ഭാരമാകുക അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അവരെക്കുറിച്ചുള്ള ചിന്താഗതികൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. ഇനി ഏഴാമത്തെ സൂചനകൾ, നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സുഹൃത്തുക്കളുമായി പുറത്തു പോകുന്ന സമയത്ത് എന്നിങ്ങനെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ സന്തോഷമായിരിക്കുന്ന സന്ദർഭങ്ങളാണെങ്കിൽ കൂടി പെട്ടെന്ന് നമുക്കൊരു മൂഡ് ഓഫ് സംഭവിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ദുഃഖം നമുക്ക് തോന്നുക, മാത്രമല്ല നമുക്ക് എന്താ കാരണമെന്ന് പറയാൻ അറിയാതെ നമ്മുടെ ആ ഒരു സന്തോഷത്തിൽ നിന്നും ഉൾവലിഞ്ഞ് പിറകോട്ട് വരിക, മാത്രമല്ല ആ വ്യക്തികൾ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു എങ്കിൽ എന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളും അവരുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാനസികപരമായ അടുപ്പങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും അവരുമായിട്ട് ചേർന്ന് സംസാരിക്കുവാനോ സുഹൃത്ത് ബന്ധം വീണ്ടും പുലർത്തുവാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയാണെങ്കിൽ പോലും അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കുവാനോ സാധിക്കുകയുള്ളൂ. ഇനി എട്ടാമത്തെ സൂചനയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്, നമ്മൾ ഇടയ്ക്കിടെ തുമ്മുകയാണെങ്കിൽ, അതായത് അലർജി, ജലദോഷം എന്നിവയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും ഇടയ്ക്കിടെ തുമ്മലുകളും ചുമയും എല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല, നമ്മളിപ്പോൾ നോർമലായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ തുമ്മുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം തലയ്ക്ക് കയറി ചുമ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെക്കുറിച്ച് അവർ ഡീപ്പായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു കാര്യം. ഇനി ഒൻപതാമത്തെ സൂചന എന്തെന്നാൽ, നമ്മൾ ഇതുവരെയും അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പോലും അവർ ഒരിക്കലെങ്കിലും നമ്മളെ ഫോൺ ചെയ്യില്ലേ, അല്ലെങ്കിൽ വരുന്ന കോളുകളിൽ ഏതെങ്കിലും ഒന്ന് അവരുടേതാകില്ലേ, അല്ലെങ്കിൽ അൺനോൺ നമ്പേഴ്സ് വരികയാണെങ്കിൽ അവർ നമ്മളെ വിളിക്കുമായിരിക്കുമോ, ഇത് അവരായിരിക്കുമോ, ഒരു മിസ്ഡ് കോൾ കണ്ടാൽ ഇത് അവരായിരിക്കുമോ എന്നുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ, ഇതുവരെയും അവരെക്കുറിച്ച് ചിന്തിക്കാതെ പെട്ടെന്ന് ഇതുപോലുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് കയറുകയാണെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുന്നുണ്ട്, നമ്മളെ ഫോൺ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്തു പോയി എന്നവർ മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നത് മുഖാന്തരമാണ് നമുക്ക് ഈ ഒരു ലക്ഷണം ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി പത്താമത്തെ സൂചന എന്ന് പറയുന്നത്, യാതൊരു കാര്യങ്ങളും ഇല്ലാതെ, യാതൊരു കാരണവശാലും ഇല്ലാതെ നമ്മുടെ കണ്ണുകൾ ഇടയ്ക്കിടെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആരോ ഒരാൾ നമ്മളെ ആഴമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. ഈ കണ്ണുകളുടെ വേദന, കണ്ണുകളുടെ തുടിപ്പ്, കണ്ണുകൾ ഇടയ്ക്കിടെ നമ്മൾ തിരുമ്മിക്കൊണ്ടിരിക്കുക എന്നുള്ളതെല്ലാം എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എപ്പോഴോ
ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ മാത്രമേ ഈ ഒരു കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ആരോ ഒരാൾ, അതും നമ്മളെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇതിൽ ചിലർക്ക് പറയാവുന്നുണ്ട് ഇടത് കണ്ണ് തുടിച്ചാൽ എന്താണ് ഫലം, വലത് കണ്ണ് തുടിച്ചാൽ എന്താണ് ഫലം എന്നുള്ള കാര്യം. സ്ത്രീകൾക്ക് ഇടത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ വലതു കണ്ണാണ് അവർക്ക് തുടിക്കുന്നത് എങ്കിൽ അവരെക്കുറിച്ച് ആരോ നെഗറ്റീവായിട്ട് എന്തോ ഒരു കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും, അതുപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റായിട്ട് പുരുഷന്മാർക്ക് വലത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് ആരോ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് എന്നും, ഇടത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെക്കുറിച്ച് ഇപ്പോൾ ആരോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഏറ്റവും അവസാനത്തെ സൂചന എന്ന് പറയുന്നത് 11ാമത്തെ സൂചനയാണ്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, നമ്മൾ ഒരാളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് നമ്മൾ മെസ്സേജ് ചെയ്യണമെന്നോ സംസാരിക്കണം എന്നോ തോന്നുന്ന സമയത്ത് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ മുഖാന്തരം നമുക്ക് ഓർമ്മയിൽ വരിക, അല്ലെങ്കിൽ നമ്മളോട് അവർ വന്ന് സംസാരിക്കുക. വേറെ ആരെങ്കിലും വന്ന് നമ്മൾ മറക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അവരെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ വിചാരിക്കുമ്പോഴേക്കും അവരുടെ കോൾ നമ്മളെ തേടി വരികയാണ്, അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് നമ്മളെ തേടി വരികയാണ്. അതും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവരെ കണ്ടിരുന്നു എങ്കിൽ എന്ന് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ പോലും അവരെ കാണുവാൻ സാധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവരും നമ്മളുമായിട്ടുള്ള ആ ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒഴികെ ഒരിക്കലും ഇവിടെ കുറയുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതുപോലെ ടെലിപ്പതി സന്ദേശങ്ങൾ നമുക്ക്, അതായത് അവർ നമ്മളെ ഇടയ്ക്കിടെ വിളിക്കുന്നത് പോലെയും നമ്മൾ ഇടയ്ക്കിടെ അവരോട് സംസാരിക്കുന്നത് പോലെയും എല്ലാം നമ്മുടെ ചിന്താഗതികളിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം നമ്മൾ എത്രമാത്രം അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതേ ചിന്താഗതികൾ തന്നെയാണ് ആ സൈഡിൽ നിന്നും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ആണെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ അത് പറഞ്ഞു തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നത് വളരെ അധികം നല്ലതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഈ 11 ലക്ഷണങ്ങളിൽ ഏതൊരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് അവരോട് ഇപ്പോഴും സ്നേഹമുണ്ട്, അവർക്ക് നിങ്ങളോടും ഇപ്പോൾ തിരിച്ചും ആ സ്നേഹം തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ടെലിപ്പതി, മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാത്രമല്ല താന്ത്രികങ്ങൾ, മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.